ഹായ് മക്കളെ, എസ്മസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ വെള്ളരിയാണ് കേട്ടോ. വെള്ളരി, തക്കാളി, പച്ചമുളക്, മഞ്ഞൾ, ഉപ്പും പൊടിയും മുളകും പൊടി എല്ലാം കൂടെ ഇട്ടുകൊണ്ട് മുറിച്ചിട്ട് ഇതൊക്കെ അടുപ്പത്തെക്കാൻ പോണ്. രസം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അടുപ്പത്തൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടോ. അത് പറിച്ച് ഇതൊക്കെ വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 5-8 വെണ്ടക്ക മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്കയും തക്കാളിയും വെള്ളരിയാണ് കേട്ടോ കറി. അടിപൊളിയാവും. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലസതാ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത്, തേങ്ങ, പച്ചമുളക്, കരിവേപ്പില, നല്ല ജീരകം, പിന്നെ ഉള്ളി എല്ലാം കൂടെ ഇട്ടുങ്ങാണ്ട് ആട്ടിയ തേങ്ങ അത് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. ബിസ്മില്ലാഹിർ ഇതിൽ കിടന്നിട്ടൊന്നത് തിളക്കട്ടെ. ഒന്നും മീൻകറി കൂട്ടിയാൽ ശരിയാവില്ല അല്ലേ. എല്ലാവർക്കും പച്ചക്കറിയൊക്കെ ഒന്ന് കൂട്ടണ്ടല്ലേ. കറി നല്ലോണം തിളച്ചു. കറി വെന്തിട്ടുണ്ട് മക്കളെ. നല്ല ഉപ്പ് പുളി എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ ഉണ്ട്. ഇപ്പം തെച്ചിട്ട എണ്ണ ചൂടായി. ബിസ്മില്ലാഹിർ കടുക് ഇട്ട് കൊടുത്ത് അതിലേക്ക് നമുക്കിതാ വറ്റൽമുളക് ഇട്ട് കൊടുത്ത്, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത്, ഉലുവൻ്റെ പൊടി കേട്ടോ കാണുന്നത്. ഉലുവൻ്റെ പൊടി ഇട്ട് കൊടുത്ത് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടിപൊളി പച്ചക്കറി കൂട്ടി ചോറ് തിന്നാം.